ഗുഡ് മോർണിംഗ്. നമ്മളെ ലാസ്റ്റ് ദിവസമാണല്ലേ ദേവു കോളേജിലത്തെ? അതെ ഗൈസ്, കോളേജിൽ നമുക്ക് ക്ലാസ് തരുന്ന അവസാന ദിവസം. നാളെ തൊട്ട് ജൂനിയേഴ്സ് വരുന്നത് കൊണ്ട് നമ്മൾ ക്ലാസ് ഒഴിഞ്ഞു കൊടുക്കണം. സോ ഇന്നൊരു ദിവസത്തെ പ്രാക്ടിക്കലും കൂടെ കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് വന്നാൽ മതി. എക്സാമും പിന്നെ എന്തെങ്കിലും പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. രാവിലെ പുറത്തോട്ട് ഇറങ്ങിയപ്പം അത്യാവശ്യം ഞാൻ വിചാരിച്ച് വെയിലായിരിക്കും. വിചാരം മാർക്കിട്ടില്ലേ? വെറും വിചാരം മാത്രമായിരുന്നു. ഇയാൾ കുട എടുക്കുന്നില്ലയോ? ആ ഇതാ ജോലിയുടെ ഒരു കിടക്കാത്ത ഉണ്ടായിരുന്നു. അതെ, സ്വിച്ച് ഇട്ട പുറത്തുനിന്ന് കുട ഉണ്ടായിരുന്നു. ഇവിടെ പോയതായിരുന്നു. റൂം ഫുള്ള് വിചാരിച്ചു ഇറക്കി. നിനക്ക് ആരെയും ഡൗട്ടുണ്ടോ? ഇല്ല, ഡൗട്ടല്ല. ഉറപ്പാണോ? ക്ലാസ്സിൽ കൂടെ ഒന്ന് തപ്പണം. പെട്ടെന്ന് എന്താ പറഞ്ഞേ? എന്റെ പാന്റ് നനയണേന് മുമ്പ് അങ്ങ് എത്തണം. ഇന്നത് നനവി നമ്മൾ സുന്ദരികളല്ലേ. പിന്നല്ലാണ്ട് സെൽഫ് ലവ് ആണ്. അതെ, കാണുന്നവര് പറയും മേക്കപ്പ് ആണെന്ന്. പക്ഷെ ഞങ്ങൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പൗഡർ അത്രയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇടും. അതിലാണ് ഈ എല്ലാം ഇരിക്കുന്നത്. ലിപ്സ്റ്റിക്കാണ് മെയിൻ. അതിന് എന്നെ പ്രൊമോട്ട് ചെയ്തത് അനുജ വിരാജാണ്. എന്താ ബ്ലാസ്റ്റ് എന്നറിയാമോ? നമ്മൾ പറഞ്ഞുതരും. എത്രക്കൊക്കെ വേണോ? നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഞങ്ങൾ ഞങ്ങൾ തടഞ്ഞിട്ട് പറയും ഇറങ്ങി പുറത്ത് നിൽക്കാൻ പറഞ്ഞു. നിന്നെന്നിപ്പോ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ചമ്മി പിന്നെ ഇവിടെ നിന്ന് അഴുകണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എന്തെങ്കിലും കമ്പനി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവര് കയറി വന്നിട്ട് പറയുക എന്തിനാ വിളിക്കുന്നത്? ഞങ്ങള് ശരിക്കും അഴുകി നിൽക്കുമായിരുന്നു ഇവിടെ. വെറുതെ എന്തിനാ നാളെ വിചാരിച്ചിട്ട് പോയി. ചവിട്ടി പൊട്ടിച്ചിട്ട് പോട്ടെ എന്ന്. എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട്? ഞാൻ കണ്ടായിരുന്നു. കാല് ചവിട്ടി കൊടുത്തേ. സമ്മതിക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് പറഞ്ഞോട്. കാല് കാണിച്ചേ. എന്ത് പറ്റിയതാ? ചവിട്ടിയപ്പോ ഇത്ര മുറിഞ്ഞോ? ഇടിച്ചല്ലേ, തട്ടിയതല്ലേ? നമ്മൾ ക്രൊമാറ്റോഗ്രാഫി ചെയ്തല്ലേ? ഏതൊക്കെ ക്രൊമാറ്റോഗ്രാഫി ചെയ്ത് പറഞ്ഞോട്. തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി, കോളം ക്രൊമാറ്റോഗ്രാഫി ചെയ്ത് ഫ്ലോപ്പ് ആക്കി. പേപ്പർ ക്രൊമാറ്റോഗ്രാഫി നമ്മളിതുവരെ ചെയ്തിട്ടില്ല. പേപ്പർ ഇല്ല, പക്ഷെ ചെയ്യണം. ഞങ്ങള് വലിയ വലിയ കാര്യങ്ങളിൽ ഏർപ്പെടാൻ നേരത്ത് അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ വന്നതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ക്രൊമാറ്റോഗ്രാഫി ചെയ്യാം. നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. നമുക്കിതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആ ഗ്രീൻ കളർ പോർഷനാണ് നമുക്ക് വേണ്ടത്. ബാക്കി നമ്മൾ ഇതുവഴി ഒഴിച്ച് നമ്മൾ മാറ്റി. ഇതിലോട്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ്സ് അങ്ങനെ വെക്കും ഈ സ്റ്റാൻഡിൽ. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ താഴെ വരുന്നത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് ആ ടോപ്പിൽ വരുന്ന പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് വീണ്ടും എടുക്കാം. അങ്ങനെ നമ്മളൊരു 2-3 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് പ്രാക്ടിക്കൽ എക്സാം 2 പ്രാക്ടിക്കലുണ്ട്. 3rd സെം 4th സെം. ആ സെമ്മിൽ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പേടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുകയാണ്. ഈ ഡിസ്കഷനിൽ ഏർപ്പെടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്തുവാ ചെയ്യുന്നത്? ഇതിലൊന്നും പെടാതെ കുറെ മന്ദോട്ടുകൾ കളിച്ചോണ്ടിരിക്കുന്നത് കൂട്ടിന് ഞങ്ങളും എങ്ങനെ വിചാരിക്കരുത്, ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോടി. അങ്ങനെയൊന്നും പറയല്ലേ. നമ്മൾ തുടങ്ങി വിടുന്നു, ബാക്കി ഇവർ ചെയ്യുന്നു. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് അമ്പലപ്പുഴ പായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അപ്പം കുടിക്കുന്ന. പൊട്ടിക്കോ?
ഇതാണ് തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി. ഞങ്ങൾ രാത്രി ഫുഡ് മേടിക്കാൻ വന്നിയ മഴയാണ് ഗൈസ്. നമ്മൾ രാത്രി ഫുഡ് മേടിക്കാൻ തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ ദോശയും സാമ്പാറും ചമ്മന്തിയും മുട്ടയും. ഇത് ദേവുവിൻ്റെ വക. മുട്ട വിട്ടൊരു കളിയില്ല അല്ലയോടി? ആ മുട്ട വിട്ട് പ്രോട്ടീനാണ് പ്രോട്ടീൻ. സാമ്പാർ ഒഴിക്കട്ടെ? ഒഴിക്കട്ടെ?